5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദ മിറർ എന്ന ആദ്യ യൂണിറ്റിലെ ഐലൻഡ് എന്ന കഥയും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിനു മുൻപുള്ള 2 വീഡിയോകളിലൂടെ നമ്മൾ പഠിച്ചല്ലോ. ഇനി അതിൻ്റെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയ ദ മാജിക് മിറർ എന്ന കഥയും മിറർ മിറർ എന്ന പോയവും ഇന്ന് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനു താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് കാർഡിലും ആ വീഡിയോകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിനു ശേഷം മാത്രം കൂട്ടുകാർ ഈ വീഡിയോ കാണുക. ദ മാജിക് മിറർ. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിംഗ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെർ ബോർഡ്. മഴയുള്ള ഒരു വൈകുന്നേരം ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു അമ്മുവും അവളുടെ സഹോദരൻ അരുണും. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. അതുകൊണ്ട് അവർ വെറുതെ മഴ നോക്കി അങ്ങനെ ഇരുന്നു. To pass time, they decided to explore the attic of their home. വെറുതെ സമയം കളയാനായി അവർ തങ്ങളുടെ വീടിൻ്റെ തട്ടിൻപുറത്തൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ പോയിട്ടില്ലാത്ത ഒരു സ്ഥലം പോയി കാണുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനാണ്. ആറ്റിക് എന്നാൽ തട്ടിൻപുറം അഥവാ മച്ച്. പഴയ ഓടിട്ട വീടുകൾക്കൊക്കെ മരപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മച്ചുണ്ടായിരിക്കും. ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ഈ തട്ടിൻപുറം വളരെ ഇരുണ്ടതും പൊടി പിടിച്ചതുമായിരുന്നു. ദേ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. അവരവിടെ നോക്കിയപ്പോൾ ഒരു കണ്ണാടി കണ്ടു. ആ കണ്ണാടി വളരെ വൃത്തിയുള്ളതും തിളങ്ങുന്നതുമായിരുന്നു. അതിൽ പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈൽ ദേ ലുക്ക്ഡ് അറ്റ് ദെയർ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ്, ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് 5. അവർ ആ കണ്ണാടിയിൽ തങ്ങളുടെ പ്രതിബിംബങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ അപ്പൂപ്പൻ ക്ലോക്ക് 5 മണി അടിച്ചു. ദാറ്റ്സ് വിയേർഡ്, അരുൺ സെഡ്. ഇത് വിചിത്രമായിരിക്കുന്നു, അരുൺ പറഞ്ഞു. ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്. ഞാൻ വിചാരിച്ചത് ഈ ക്ലോക്ക് കേടായതാണെന്നാണ്. ദേ ഫെൽറ്റ് ദ മിറർ വാസ് കോളിംഗ് ദം. അവർക്ക് രണ്ടുപേർക്കും ഈ കണ്ണാടി തങ്ങളെ വിളിക്കുന്നതായി തോന്നി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അരുൺ തൻ്റെ കൈ ഈ കണ്ണാടിക്ക് നേരെ നീട്ടി. ഹിസ് ഹാൻഡ് വെൻ റൈറ്റ് ത്രൂ ദ മിറർ ആസ് ഇഫ് ഇറ്റ് വർ വാട്ടർ. ഒരു വെള്ളത്തിലെന്ന പോലെ ഈ കണ്ണാടിയിലൂടെ അരുണിൻ്റെ കൈ പോയി. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. അവൻ പേടിച്ച് തൻ്റെ കൈ പിൻവലിച്ചു. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. അത്ഭുതത്തോടെ അവർ പരസ്പരം നോക്കി. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, അരുൺ ആസ്ക്ഡ്. നമുക്ക് ഈ കണ്ണാടിയിൽ കയറി നിന്നാലോ, അരുൺ ചോദിച്ചു. അമ്മു നോഡഡ്. അമ്മു തലയാട്ടി. 1, 2, 3. ദേ സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ മിറർ. 1, 2, 3. അവർ രണ്ടുപേരും ആ കണ്ണാടിയിലേക്ക് കയറി. സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. പെട്ടെന്ന് അവർ അവരെ തന്നെ കണ്ടത് ഒരു കാട്ടിലാണ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർഹെഡ് ബ്ലോക്ക് ദ സൺലൈറ്റ്. മുകളിലുള്ള മരങ്ങളുടെ ഇലകൾ സൂര്യപ്രകാശത്തെ മറച്ചിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വെർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്, സെഡ് അരുൺ. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. ഇത് പുസ്തകങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു മാജിക് സംഭവിച്ചതായി തോന്നുന്നു. ഇത് വളരെ ആവേശകരമാണ്, അരുൺ പറഞ്ഞു. They found their way out of the forest into fields of blue and red flowers. നീലയും ചുവപ്പും നിറഞ്ഞ പൂക്കളുള്ള ഒരു വയലിലേക്ക് ആ കാട്ടിൽ നിന്നും ഒരു വഴി പോകുന്നതായിട്ട് അവർ കണ്ടു. ബട്ടർഫ്ലൈസ് വെർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളെ അവർ കണ്ടു. ദ ഫീൽഡ്സ് വെർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. സായാഹ്ന സൂര്യൻ്റെ പ്രകാശത്തിൽ ആ വയൽ തിളങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. അവർ നോക്കുമ്പോൾ അവിടെ വെള്ളിച്ചിറകുകളുള്ള വെളുത്ത ഒരു കുതിര നിൽക്കുന്നു. വൗ, ഇറ്റ്സ് പെഗാസസ്, ദ വിങ്ഡ് ഹോഴ്സ്, എക്സ്ക്ലെയിംഡ് അമ്മു. അത് പെഗാസസ് ആണ്, ചിറകുള്ള കുതിര, അമ്മു പറഞ്ഞു. പെഗാസസ് എന്നാൽ ഗ്രീക്ക് ഇതിഹാസത്തിലെ വെള്ള ചിറകുകളുള്ള കുതിരയാണ്. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് പെഗാസസ് റേസ്ഡ് ഇറ്റ്സ് ഹെഡ്. അവർ പെഗാസസിന് നേരെ നടന്നു. പെഗാസസ് അവരെ തലപൊക്കി നോക്കി. ഹു ആർ യു, ആസ്ക്ഡ് പെഗാസസ്. നിങ്ങൾ ആരാണ്, പെഗാസസ് ചോദിച്ചു. അരുൺ ആൻസേർഡ് ഷൈലി. ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. ഞാൻ അരുണാണ്, ഇത് അമ്മുവും, അരുൺ നാണത്തോടെ പറഞ്ഞു.
പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. പെഗാസസ് അവരെ ആകാംക്ഷയോടെ നോക്കി. വേർ ഡിഡ് യു കം ഫ്രം? പെഗാസസ് ആസ്ക്ഡ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പെഗാസസ് ചോദിച്ചു. വി കെയിം ത്രൂ എ മാജിക് മിറർ, സെഡ് അമ്മു. ഞങ്ങളൊരു മാന്ത്രിക കണ്ണാടിയിലൂടെയാണ് വന്നത്, അമ്മു പറഞ്ഞു. വെൽ, ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്. ഓ, അത് വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ, സെഡ് പെഗാസസ്. പെഗാസസ് പറഞ്ഞു. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം, സെഡ് പെഗാസസ്. രാത്രിയാവാറായി, എനിക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്, പെഗാസസ് പറഞ്ഞു. ക്യാൻ വി കം ടു? ആസ്ക് ദ ചിൽഡ്രൻ. ഞങ്ങളും കൂടെ വരട്ടെ? കുട്ടികൾ പെഗാസസിനോട് ചോദിച്ചു. ഓഫ് കോഴ്സ്, ക്ലൈംബ് ഇൻ ടു മൈ ബാക്ക്, പെഗാസസ് സെഡ്. ഓ, തീർച്ചയായും വന്നോളൂ, എൻ്റെ പുറത്ത് കയറിക്കോളൂ, പെഗാസസ് പറഞ്ഞു. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക്. അവർ പെഗാസസിൻ്റെ പുറത്തേക്ക് ചാടിക്കയറി. ദേ സോർഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അവർ പെഗാസസിൻ്റെ മുതുകിൽ ഇഴഞ്ഞു കയറി ആകാശത്തിലൂടെ ഉയർന്നു പറന്ന് അവസാനം ഒരു വലിയ മരച്ചൂട്ടിലെ മൃദുവായ ഇളം ചൂടുള്ള പുല്ലിൽ ചെന്നിറങ്ങി. ദേ ദെൻ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ്, എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. പിന്നീട് അവർ ഒരു കാട്ടിലൂടെയും ഒരു വയലിലൂടെയും ഒരു കുന്നിനു മുകളിലൂടെയും പറന്ന് ഒരു കുടിലിലെത്തി. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺഡ് ദ ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ. അവിടെ നീല ഉടുപ്പിട്ട ഒരാൾ വന്ന് കതക് തുറക്കുകയും അവരോട് അയാളെ പിന്തുടരാൻ പറയുകയും ചെയ്തു. ദേ ഫോളോഡ് ഹിം ഇൻ ടു എ റൂം വേർ ദേ സോ എ മിറർ. അവർ അയാളുടെ കൂടെ ഒരു മുറിയിലേക്ക് പോയി. അവിടെ ഒരു കണ്ണാടി കണ്ടു. ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദ ആറ്റിക്. അവരുടെ തട്ടിൻപുറത്ത് കണ്ട ആ കണ്ണാടിയുടെ അതുപോലെയുള്ളൊരു കണ്ണാടിയായിരുന്നു അത്. സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം, സെഡ് പെഗാസസ്. ഈ കണ്ണാടിയിൽ കയറി നിൽക്കൂ, നിങ്ങൾ വീട്ടിലെത്തും, പെഗാസസ് പറഞ്ഞു. ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. കുട്ടികൾ പെഗാസസിനോട് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് ദംസെൽഫ് ബാക്ക് ഇൻ ദ ആറ്റിക്. അവർ ആ കണ്ണാടിയിൽ കയറി നിൽക്കുകയും അതിനുശേഷം അവർ അവരെ തങ്ങളുടെ തട്ടിൻപുറത്ത് തന്നെ എത്തിയതായി കാണുകയും ചെയ്തു. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെഡ്, ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ വി ഹാവ് എവർ ഹാഡ്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ ഒരു സാഹസിക യാത്രയായിരുന്നു ഇത്. അരുൺ അമ്മുവിനെ നോക്കി പറഞ്ഞു. യെസ്, റിയലി, അമ്മു സെഡ്. അതെ, സത്യമായിട്ടും, അമ്മു പറഞ്ഞു. ദേ ഹിയർഡ് ദെയർ മദർ കോളിംഗ് ദം. അപ്പോൾ അമ്മ തങ്ങളെ വിളിക്കുന്നത് അവർ കേട്ടു. ദേ ഗോട്ട് ഡൗൺ ഫ്രം ദ ആറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ. അവർ ഈ തട്ടിൻപുറത്തു നിന്നും താഴെ ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നു. അവർ ഭക്ഷണത്തിന് തൊട്ടു മുൻപ് തന്നെ അവിടെ കൃത്യമായി എത്തി. ദേ ടോൾഡ് ദെയർ മദർ എബൌട്ട് ദെയർ അഡ്വഞ്ചർ. അവർ തങ്ങളുടെ അമ്മയോട് ഈ സാഹസിക യാത്രയെക്കുറിച്ച് പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. പക്ഷേ അമ്മ അത് വിശ്വസിച്ചില്ല. വെൻ ദേ വെൻ ടു ബെഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. അങ്ങനെ ആ ദിവസം അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ അവർ വീണ്ടും ഈ കണ്ണാടിയിൽ കയറുന്നതും വീണ്ടും വീണ്ടും പുതിയ സാഹസിക യാത്രകൾ ചെയ്യുന്നതുമായിട്ട് സ്വപ്നം കണ്ടു. കൂട്ടുകാർക്ക് എല്ലാവർക്കും മാന്ത്രിക കണ്ണാടിയുടെ കഥ ഇഷ്ടമായല്ലോ. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ ആദ്യത്തേത്, അരുൺ ആൻഡ് അമ്മു സ്റ്റെപ്ഡ് ഇൻ ടു ദ മാജിക് മിറർ. Can you identify the places and things they saw? Write the names of places, beings and things in the boxes given below in proper order and complete the flow chart. താഴെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അരുണും അമ്മുവും മാജിക് മിററിൽ കയറി നിന്നു. അതിനുശേഷം എന്തെല്ലാമാണ് സംഭവിച്ചത്? അവരെവിടെയെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു, എങ്ങനെ തിരിച്ചു വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ആ അറിയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് താഴെയുള്ള ഫ്ലോ ചാർട്ട് പൂരിപ്പിക്കണം. അതിൻ്റെ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓർഡറിൽ തന്നെ പൂരിപ്പിക്കണം. ഈ ഫ്ലോ ചാർട്ട് നോക്കൂ. ആദ്യം അവിടെ എന്താണ് സംഭവിച്ചത്? അരുണും അമ്മുവും കൂടി തട്ടിൻപുറത്ത് കയറി, ആറ്റിക്. അവിടെ അവരെന്താണ് കണ്ടത്? അതാണ് അടുത്ത ബോക്സിൽ നമ്മൾ എഴുതേണ്ടത്. അവിടെ അവർ കണ്ടത് ഒരു കണ്ണാടിയാണ്.
അപ്പോൾ ആ ബോക്സിൽ നമ്മൾ മിറർ എന്ന് എഴുതണം അല്ലേ. ആ മിററിൽ അവർ കയറി നിന്നപ്പോൾ അവർ എവിടെയാണ് എത്തിയത്? ഒരു കാട്ടിലെത്തി അല്ലേ. അപ്പോൾ താഴെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ്. കാട്ടിൽ പോയിട്ട് പിന്നീട് അവരെവിടെ എത്തി? കാട്ടിലൂടെയുള്ളൊരു വഴി ഒരു വയലിലായിരുന്നു അവസാനിച്ചത്. അങ്ങനെ അവർ വയലിലെത്തി. ഫീൽഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. വയലിലെത്തി അവർ എന്തിനെയാണ് കണ്ടത്? പെഗാസസിനെ കണ്ടു. വെള്ളച്ചിറകുകളുള്ള മാന്ത്രിക കുതിരയെയാണ് അവർ കണ്ടത്. അപ്പോൾ പെഗാസസ് അവരെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഒരു കോട്ടേജിലേക്ക് അല്ലേ, ഒരു കുടിലിലേക്കാണ് കൊണ്ടുപോയത്. അടുത്തത് കോട്ടേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടേജിൽ നിന്നും അവർ എവിടെ പോയി? കോട്ടേജിൽ നീല ഉടുപ്പിട്ട ഒരാൾ വന്ന് അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ഒരു കണ്ണാടി അവർ കാണുകയും ചെയ്തു. അപ്പോൾ മിറർ എന്നാണ് അവിടെ നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെ അവർ തട്ടിൻപുറത്ത് വെച്ച് ചെയ്ത പോലെ തന്നെ ഈ മാന്ത്രിക കണ്ണാടിയിൽ കയറി നിൽക്കുകയും വീണ്ടും തട്ടിൻപുറത്തേക്ക് എത്തുകയും ചെയ്തു. ആറ്റിക് എന്നുള്ളതും നമ്മുടെ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഹിയർ ആർ ദ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ദ മാജിക് മിറർ. They are given in jumbled order. Arrange them in proper order and narrate the story. ഈ ആക്ടിവിറ്റിയും അത് കഥയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു കൃത്യമായ ഓർഡറിൽ എഴുതുകയാണ് വേണ്ടത്. ഇതിൽ കുറേ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായ ഓർഡറിൽ എഴുതണം. Pegasus took them for a flight. They entered the magic land. They stepped through the magic mirror again. It was a rainy afternoon. They saw a magic mirror. They found themselves back in the attic. They reached a cottage in a forest. Arun and Ammu decided to explore the attic. The kids thanked Pegasus. The grandfather clock struck 5. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലും നമ്മൾ സംഭവങ്ങളെ ഒരു കൃത്യമായ ഓർഡറിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് എ റെയിനി ആഫ്റ്റർനൂൺ. അതൊരു മഴയുള്ള സായാഹ്നമായിരുന്നു. അരുൺ ആൻഡ് അമ്മു ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക്. അരുണും അമ്മുവും തട്ടിൻപുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ദേ സോ എ മാജിക് മിറർ. അവർ അവിടെ ഒരു മാന്ത്രിക കണ്ണാടി കണ്ടു. ദ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സ്ട്രക്ക് 5. അവരത് കണ്ട സമയത്ത് പഴയ അപ്പൂപ്പൻ ക്ലോക്കിൽ 5 അടിച്ചു. ദേ എൻഡഡ് ദ മാജിക് ലാൻഡ്. അവർ ഒരു മാന്ത്രിക ലോകത്തെത്തി. പെഗാസസ് ടുക്ക് ദം ഫോർ എ ഫ്ലൈറ്റ്. മാന്ത്രിക കുതിരയായ പെഗാസസ് അവരെ പുറത്തിരുത്തി കൊണ്ടുപോയി. ദേ റീച്ച്ഡ് എ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ്. അവരൊരു കോട്ടേജിലെത്തി, ഒരു കുടിലിലെത്തി. ദ കിഡ്സ് താങ്ക്ഡ് പെഗാസസ്. കുട്ടികൾ പെഗാസസിനോട് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ത്രൂ ദ മാജിക് മിറർ എഗെയിൻ. അവർ വീണ്ടും മാജിക് മിററിലേക്ക് കയറി നിന്നു. ദേ ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക്. അവർ വീണ്ടും തിരിച്ച് തട്ടിൻപുറത്ത് തന്നെ എത്തി. അങ്ങനെയല്ലേ കഥയിലെ ഓർഡർ? കഥ കേട്ട കൂട്ടുകാർക്ക് അതെല്ലാം മനസ്സിലായി കാണും. അപ്പോൾ അത് കൃത്യമായ ഓർഡറിലാക്കി എഴുതുക. അടുത്തത് ഒരു പോയമാണ്. പോയം എന്ന് പറഞ്ഞാൽ ഒരു കവിത. മിറർ അതാണ് കവിതയുടെ പേര്. അതായത് നിങ്ങളെപ്പോലെ ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കി എന്തോ പറയുകയാണ്. കുട്ടി എന്താ പറയുന്നതെന്ന് നോക്കാം. മിറർ ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്. കണ്ണാടി എൻ്റെ കണ്ണുകൾ പ്രതിഫലിപ്പിക്കല്ലേ. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ. എൻ്റെ മുടിയും പ്രതിഫലിപ്പിക്കല്ലേ. ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. എൻ്റെ പല്ലുകളും പ്രതിഫലിപ്പിക്കല്ലേ. പിന്നെ കണ്ണാടി എന്ത് പ്രതിഫലിപ്പിക്കണം എന്നാണ് കുട്ടി പറയുന്നത്? നോക്കാം. മിറർ ഡിസ്പ്ലേ മൈ കറേജ്. കണ്ണാടി എൻ്റെ ധൈര്യത്തെ പ്രതിഫലിപ്പിക്കൂ. ഡിസ്പ്ലേ മൈ നോളേജ്. എൻ്റെ അറിവിനെ പ്രതിഫലിപ്പിക്കൂ. ഡിസ്പ്ലേ മൈ വോയേജ്. എൻ്റെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കൂ. ഡിസ്പ്ലേ മൈ മെസ്സേജ്. എൻ്റെ സന്ദേശത്തെ പ്രതിഫലിപ്പിക്കൂ. ഡിസ്പ്ലേ മൈ പാസേജ്. എനിക്ക് പോകാനുള്ള വഴികളെ പ്രതിഫലിപ്പിക്കൂ. ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോ. അതെങ്ങനെയായിരിക്കണം? അത് ശരിയായ മാർഗത്തിലൂടെയുള്ളതായിരിക്കണം. നീ കാണിച്ചു തരുന്ന ശരിയായ മാർഗത്തിലൂടെ പോകാൻ വേണ്ടിയായിരിക്കണം ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്നത്. ഇതാണ് കുട്ടി കണ്ണാടിയിൽ നോക്കി പറയുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് മാധുരി സാവന്ത് എന്ന പോയറ്റാണ്. ഇനി ഈ പോയത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ്? ഒരു കണ്ണാടി സാധാരണയായി എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? എ മിറർ യൂഷ്വലി റിഫ്ലക്ട്സ് അവർ ഓൺ ഇമേജ്. നമ്മുടെ സ്വന്തം പ്രതിരൂപമാണ് സാധാരണയായി ഒരു കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് അല്ലേ?
Why doesn't the poet want the mirror to reflect her eyes, hair and teeth? തൻ്റെ കണ്ണുകളും മുടിയും പല്ലും ഒന്നും പ്രതിഫലിപ്പിക്കേണ്ട എന്ന് കണ്ണാടിയോട് പോയറ്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കണ്ണാടിയിലൂടെ പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ ധൈര്യം, മൈ കറേജ്, മൈ നോളേജ്, തൻ്റെ അറിവ്, മൈ വോയേജ്, തൻ്റെ ജീവിതയാത്ര, മൈ മെസ്സേജ്, തൻ്റെ സന്ദേശങ്ങൾ, മൈ പാസേജ്, എനിക്ക് പോകാനുള്ള വഴി, ഇതെല്ലാം പ്രതിഫലിപ്പിക്കാനാണ് കവയിത്രി ആഗ്രഹിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോ, നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പോയം? എന്താണ് ഈ കവിതയുടെ സന്ദേശം? നമ്മുടെ പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല, നമ്മുടെ ആന്തരികമായ ധൈര്യവും അറിവും നേരായ മാർഗത്തിലൂടെയുള്ള നമ്മുടെ സഞ്ചാരവും അതെല്ലാമാണ് പ്രധാനം. അപ്പോൾ ഈ കവിതയുടെ ആശയം എന്താണ്? നമുക്ക് നോക്കാം. ദിസ് പോയം എബൌട്ട് മിറർ ഈസ് റിട്ടൺ ബൈ മാധുരി സാവന്ത്. കണ്ണാടിയെക്കുറിച്ചുള്ള ഈ കവിത എഴുതിയത് മാധുരി സാവന്താണ്. മിറർ റിഫ്ലക്ട്സ് എവരിത്തിങ് ആസ് ദേ ആർ. എന്താണോ അതിൽ കാണുന്നത് അത് തന്നെയാണ് ഒരു കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. ബട്ട് ദ പോയറ്റ് ഈസ് ആസ്കിങ് ദ മിറർ സംതിങ് മോർ ദാൻ ദാറ്റ്. പക്ഷേ കവയിത്രി കണ്ണാടിയോട് പറയുകയാണ്, ആ കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തൊക്കെയോ അതിൽ പ്രതിഫലിപ്പിക്കണം എന്ന് പറയുകയാണ്. ഷീ വാണ്ട്സ് ദ മിറർ ടു റിഫ്ലക്ട് ഹെർ കറേജ്, ഹെർ നോളേജ് എക്സെട്ര. ഈ കണ്ണാടിയിലൂടെ തൻ്റെ ധൈര്യം, തൻ്റെ അറിവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സോ ദാറ്റ് ഷീ മൂവ്സ് ഫോർവേഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഇൻ ലൈഫ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ ശരിയായ മാർഗത്തിലൂടെ അവർക്ക് പോകാൻ പറ്റൂ എന്നാണ് കണ്ണാടിയോട് അവർ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റിലെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മറ്റൊരു വീഡിയോയിൽ ഈ യൂണിറ്റിലെ തന്നെ ആക്ടിവിറ്റീസുമായി നമുക്ക് വീണ്ടും കാണാം.